വീണ്ടും വാർത്തകളിലേക്ക്. സോളിഡാരിറ്റി മതിലകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈജിപ്ത് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റാലി നടത്തി. പെരിഞ്ഞനം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം 3 പീടികയിൽ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം 200ഓളം പേർ പങ്കെടുത്ത റാലിക്ക് അഫ്സൽ കൈപ്പമംഗലം, PA വാഹിദ്, ആഷിഖ് മതിലകം എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തെ തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ സാംസ്കാരിക പ്രവർത്തകൻ TN ജോയ്, TT ബാബുരാജ്, PI നൌഷാദ്, ശിഹാബ് കാളമുറി എന്നിവർ സംസാരിച്ചു. കെയ്റോയിൽ ആദ്യം പ്രതിഷേധിച്ചത് തുർക്കിക്ക് ശേഷം ബ്രിട്ടനും ജർമ്മനിയുമാണ്. ഈ ഒരു വസ്തുത തന്നെ കണ്ടാൽ എന്തുകൊണ്ട് അവിടുത്തെ ഭീകരത എന്തുമാത്രമുണ്ടെന്നറിയാം. സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്ത ആളുകൾ കൂടി യോജിക്കുന്ന സന്ദർഭമാണ് ആസുരകാലം, പ്രളയകാലം. പഴയ തലമുറയിലെ ആളുകൾക്കെല്ലാം അറിയാം, അല്ലാത്ത ആളുകൾക്ക് വായിച്ചും അറിയാം. ഹിറ്റ്ലർ, ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഹിറ്റ്ലർ തോൽപ്പിക്കപ്പെട്ട് ബ്രിട്ടനും. ചന്ദ്രാപിനിയിൽ അവശനിലയിൽ കണ്ടെത്തിയ 80കാരനെ മതിലകം പോലീസ് കെയർ കമ്മിറ്റി ഏറ്റെടുത്തു. കഴിമ്പ്രം സ്വദേശിയായ ഇയാളെ ബന്ധുക്കൾ ഉപേക്ഷിച്ചിട്ട് നാളുകളായി. രോഗിയായ ഇയാളെ പെരിഞ്ഞനം കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊടുങ്ങല്ലൂർ CI M സുരേന്ദ്രൻ, കെയർ കമ്മിറ്റി അംഗങ്ങളായ EM ഷമീർ, MK ഷക്കീർ, CPO സേവ്യർ എന്നിവർ നേതൃത്വം നൽകി. തകർന്ന കുളമായി യാത്ര ദുഷ്കരമായ ദേശീയപാത 17 ശാപമോക്ഷമാകുന്നു. വികസനം അനന്തമായി നീളുന്നതിനിടെയാണ് ദേശീയപാത അധികൃതർക്ക് വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി മാലിക് വീട്ടിക്കുന്നിന്റെ റിപ്പോർട്ടിലേക്ക്. മഴക്കാലം അവസാനിക്കുന്നതോടെ തുടങ്ങുന്ന നവീകരണ പ്രവൃത്തി 10 മാസം കൊണ്ട് പൂർത്തീകരിക്കും. ഇടപ്പള്ളി മുതൽ കുറ്റിപ്പുറം വരെയുള്ള പാതയിൽ ചാവക്കാട് സബ് ഡിവിഷന് കീഴിലുള്ള ചേറ്റുവ, വഴിയമ്പലം ഭാഗമാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുന്നത്. ഇതിനായി 9 കോടി രൂപ വകയിരുത്തി കഴിഞ്ഞു. ഇംപ്രൂവിംഗ് റൈഡിംഗ് ക്വാളിറ്റി പ്രോഗ്രാം എന്ന് ദേശീയപാത അധികൃതരും റിന്യൂവൽ പ്രോഗ്രാം എന്ന് പൊതുമരാമത്ത് വകുപ്പും പേരിട്ടിട്ടുള്ള പദ്ധതിയിൽ 25 mm കനത്തിൽ സെമി ഡെൻസ് ബീറ്റ്മെന്റ് കോൺക്രീറ്റ് രീതിയിലാണ് ടാറിംഗ് നടത്തുക. സാധാരണ റോഡുകൾ ഓപ്പൺ ഗ്രേഡഡ് രീതിയിലാണെങ്കിൽ SDBC ക്ലോസ്ഡ് രീതിയിൽ അഥവാ മഴവെള്ളം ഇറങ്ങാത്ത തരത്തിലാണ് പണിയുക. 2004-ലും 2006-ലും 2 ഘട്ടമായിട്ടാണ് നേരത്തെ പാത പുതുക്കി പണിതിരുന്നത്. 10 മീറ്റർ വീതിയിലാണ് പാത ടാറിംഗ് നടത്തുക. എന്നാൽ നേരത്തെയുള്ള നിർമ്മാണത്തിൽ 10 മീറ്ററിൽ കുറഞ്ഞ വീതിയുള്ളിടത്ത് അതേ വീതിയിൽ തന്നെ ടാറിംഗ് നടത്തും. പാത കടന്നു പോകുന്ന ഭാഗങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടുതൽ വീതിയിൽ ടാറിംഗ് നടത്താനായി അനുമതി ലഭിച്ചു കഴിഞ്ഞു. അരികുകൾ ഇടിഞ്ഞുകിടക്കുന്ന ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയും കുഴികൾ നികത്തിയും ലെവലിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. 4 വരി പാതയുടെ അനിശ്ചിതത്വം നിമിത്തം ഹെവി ക്വാളിറ്റി ടാറിങ്ങിന് അനുമതി ലഭിച്ചില്ലെങ്കിലും കൂടുതൽ ഭാഗത്ത് മീഡിയം ക്വാളിറ്റി ടാറിങ്ങിന് അനുമതി ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ചേറ്റുവ തൊട്ട് വഴിയമ്പലം വരെയുള്ള 25 കിലോമീറ്റർ റോഡ് 2 ഘട്ടമായിട്ടാണ് പ്രതലം പുതുക്കുക. ചേറ്റുവ തൊട്ട് നാട്ടിക വരെ 1 ഘട്ടവും തുടർന്ന് വഴിയമ്പലം വരെ അടുത്ത ഘട്ടവുമായി പണി പൂർത്തീകരിക്കും. നാട്ടിക ഈയാനി ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ആനയൂട്ടും നടന്നു. മഹാഗണപതി ഹോമത്തിനും ഗജയൂട്ടിനും മേൽശാന്തി ജോഷി നേതൃത്വം നൽകി. 3 ഗജവീരന്മാർ ചടങ്ങിലുണ്ടായിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് EK സുരേഷ്, സെക്രട്ടറി ES സുരേഷ് ബാബു, ക്ഷേത്രം ഭാരവാഹികളായ MG രഘുനന്ദനൻ, സ്നിതീഷ്, യതീഷ് ഇയാനി, പ്രദീപ് ഇയാനി കോറോത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു.
കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല നീര കേര കർഷക സംഗമവും സെമിനാറും തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംബന്ധിച്ച് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഒരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ജില്ലാതല സെമിനാർ 19-ാം തീയതി 2 മണിക്ക് തൃപ്പയാർ പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. ബഹുമാനായ കേരള സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനൻ അവர்களാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. നാട്ടിക MLA ശ്രീമതി ഗീതാ ഗോപി അധ്യക്ഷത വഹിക്കും. PC ചാക്കോ MP മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന സെമിനാറിൽ ഈ തീരദേശ മേഖലയിലെ MLA-മാർ ശ്രീ KV അബ്ദുൽ ഖാദർ, ശ്രീ PA മാധവൻ, ശ്രീ TN പ്രതാപൻ, ശ്രീ DS സുനിൽകുമാർ തുടങ്ങിയ MLA-മാർ പങ്കെടുക്കും. MLA ഗീതാ ഗോപി അധ്യക്ഷയായിരിക്കും. ചടങ്ങിൽ PC ചാക്കോ MP മുഖ്യാതിഥിയെ സംബന്ധിക്കും. MLA-മാരായ TN പ്രതാപൻ, TA മാധവൻ, KV അബ്ദുൽ ഖാദർ, VS സുനിൽകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഭാരവാഹികളായ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ബാബു അബൂബക്കൻ, AV ഷെർലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചന്ദ്രാപിന്നയിൽ പലചരക്ക് കടയിൽ മോഷണം, 6000 രൂപയോളം നഷ്ടപ്പെട്ടു. കർഷക ദിനത്തിന്റെ ഭാഗമായി നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിവിധയിനം മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സോളിഡാരിറ്റി മതിലകം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈജിപ്ത് പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.